സുഗാന്ത് കുംഭമേളയ്ക്ക് പോയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ സുഗാന്ത് അവിടെയും പീഡക റോൾ അല്ലെങ്കിൽ അവിടെയും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഐബിയുടെ അന്വേഷണത്തിലാണ് ഈ ഒരു വിവരം കണ്ടെത്തിയിരിക്കുന്നത്. വൈ സുഗാന്തേട്ട എന്നെ കൊണ്ട് വീണ്ടും 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 ഈ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പിക്കുന്നു. അപ്പം ചേട്ടൻ്റെ ഒരു സ്ഥിരം പണിയാണിത്. കാരണം പെൺകുട്ടികളെ നോക്കുക, റിലേഷൻഷിപ്പ് ആയില്ലെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുംഭമേള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളുടെ മൊണാലിസ വഴി കുംഭമേള, സത്യം പറഞ്ഞാൽ എനിക്ക് കുംഭമേളയെ കുറിച്ച് അറിയില്ലായിരുന്നേ. ഞാൻ ഈ മൊണാലിസേൻ്റെ വീഡിയോ വന്നതിന് ശേഷമാണ് ഇതിനെപ്പറ്റി കൂടുതലിരുന്ന് കണ്ടത്. അപ്പോൾ കുംഭമേളയ്ക്ക് പോയ സമയത്ത് നമ്മളുടെ സുഗാന്തേട്ടനെ ഒരാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ന്യൂസാണ് ഇപ്പം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ടത്? എന്താണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്? ഐ തോട്ട് ഇത് ചില ആൾക്കാരുടെ സ്വഭാവമായിരിക്കും. പല സ്ഥലങ്ങളിൽ പോവുക, റിലേഷൻഷിപ്പ് വെക്കുക, അറ്റാച്ച്മെൻറ്റോ കമ്മിറ്റ്മെൻറ്റോ കൊടുക്കുക, പീഡിപ്പിക്കുക, ഒഴിവാക്കുക. അപ്പം ഇത്രയും അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടായില്ലേ മേഘയ്ക്ക് എന്നാണ് ഞാൻ അത് കണ്ടപ്പോൾ ആലോചിച്ചത്. ഇങ്ങനത്തെവന്മാരൊക്കെ ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? എത്ര ആൾക്കാരുടെ ജീവനാണ് ഇവൻ കാരണം പ്രശ്നമായത്? അവൻ എസ്കേപ്പ് പോയി, അവനെ പിടിക്കാനായിട്ട് കിട്ടിയിട്ടുമില്ല. നമുക്ക് ബാക്കി കേൾക്കാം. എതിരെ പോലീസ് പക്ഷേ കേസ് എടുത്തിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ. എന്തായാലും അന്വേഷണം വിപുലമാക്കിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ഇയാളിപ്പോൾ അവധി ഇത്രയും തോന്നിവാസം ചെയ്ത് ഇവനെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ലേ? തെളിവ് ഫുള്ള് കിട്ടിയിട്ട് കേസ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നൊന്നും നടക്കൂല. എന്തേത്ത് കളിയാ ഇന്നത്തെ ഇത് കളിക്കുന്നത്? പോലീസാണെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ തെണ്ടിത്തരം ചെയ്ത് ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടും കേസ് എടുത്തിട്ടില്ല. ഇനി എന്നെടുക്കാൻ പോവുക? ഈ കുംഭമേളയുടെ ടൈമിലൊന്നും ഇയാൾക്ക് ഡ്യൂട്ടിയൊന്നും അവിടെ ഇട്ടിരുന്നില്ല. അപ്പോൾ എന്തിന് അവിടെ എത്തി എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. മേളയുടെ സമയത്ത് ഡ്യൂട്ടി ഇട്ടിട്ടില്ല, പിന്നെ എന്തിനവിടെ എത്തി? എന്തൊക്കെയോ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഈ ന്യൂസിലുണ്ടോ? അല്ല എനിക്ക് മാത്രം തോന്നിയാണോ? ഈ ടോപ്പിക്ക് വീണ്ടും വീണ്ടും ചെയ്ത് എനിക്ക് തന്നെ ഭ്രാന്തായി തുടങ്ങി. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. സോ ഇത്രയേ ഉള്ളൂ. മേഘേൻ്റെ ഫ്രണ്ടായിരുന്ന ആള് കുംഭമേളയ്ക്ക് പോയ സമയത്ത് അവിടെ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറി എന്നൊരു കേസ് IB-ക്കാർ നോട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് മേഘയുടെ ഒരു മരണം വരുന്നത്. ആൻഡ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസുകാർ കേസ് എടുത്തിട്ടില്ല. ഇത്രയേ സാധനമാണ്. ഫസ്റ്റ് തിങ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കേസ് എടുക്കാത്തത്? ഇത്രയും വാർത്തകൾ, ഇത്രയും ന്യൂസുകൾ, ഇത്രയും തെളിവുകൾ വന്നിട്ടും എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? ഇനി പുതിയ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണോ? എങ്ങനെയെങ്കിലും പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടാലല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റൂ. അവൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടില്ലേ? കോൾ ഹിസ്റ്ററി നോക്കുക, സൈബർ സെല്ല് ചെയ്താലൊക്കെ കിട്ടില്ലേ? വളരെ ഫാസ്റ്റായിട്ട് ചെയ്യൂ. ഓരോ കേസും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ നമ്മൾ എത്രത്തോളം സമയം എടുക്കുന്നു, അത്രത്തോളം ഓപ്പോസിറ്റുള്ള ആൾക്ക് രക്ഷപ്പെടാനും ഒരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നൊരു ബോധം എപ്പോഴും മനസ്സിൽ വേണം. സുഗാന്തിന് ഇതൊരു സ്ഥിരം പണിയാന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിൽ പോയി പെണ്ണുങ്ങളെ നോക്കുക, വീഴ്ത്തുക. എന്ത് കണ്ടിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ നമ്മൾ എന്ത് കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും അത് പിടിക്കൂലേ? നമ്മളുടെ ഇന്നത്തെ ന്യൂസും TV അതും ഇതൊക്കെ കണ്ടാലേ പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവനൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ വീഴുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധി ഉണ്ടാവണ്ടേ? നമ്മളവനെ ഉപയോഗിക്കുന്നുണ്ടോ, ആക്കുന്നില്ല, ഇല്ലയോ? അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റണ്ടേ? വീണ്ടും വീണ്ടും അതേ കുടിയിൽ എന്തിനാ ഈ വീഴുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഒരു IB ഓഫീസർ മരിച്ച് ഇത്രയും ദിവസമായിട്ട് ഇത്രയും ഡിസ്കഷൻ നടന്ന് ഇത്രയും ചർച്ചകൾ ഒക്കെ ഉണ്ടായിട്ടും ഇതുവരെ ഇതിനൊരു തീരുമാനമായില്ല. കാരണക്കാരനായ ഒരുത്തനെ പിടിക്കാൻ പറ്റിയില്ല, കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. ആരെയാ സേവ് ചെയ്യാൻ നോക്കുന്നേ? വെറുതെ ഒന്നുമല്ല ഇപ്പോഴത്തെ ലീഗൽ സിസ്റ്റത്തിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നത്. സത്യം, ഒരു കാര്യമില്ല. ഇനി മരിച്ചിട്ട് തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാവില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. കുറച്ച് കാലങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടല്ല.
എമ്പുരാൻ വിഷയം വന്ന സമയത്ത് ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സിനിമ കട്ട് ചെയ്ത് റീഷോഡിൽ ഡിസ്കഷൻ, ചർച്ച, ഡിബേറ്റ്, പൊളിറ്റിക്സ് എല്ലാം കൂടെ കൂട് കിട്ടി ഇളകിയ പോലെ ഇളകിയല്ലോ. വൈ ഇതിലൊന്നും ആരും ഇളകുന്നില്ല, ഇതിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കില്ല, ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുന്നില്ല. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്ക് സമൂഹത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആരെടുത്ത് പോയിട്ടാണ് പറയണ്ടേ? പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള? തെളിവ് കിട്ടിയിട്ട് കേസാക്കൂന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നീതി കിട്ടുന്നത്? പിന്നെ നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിനൊരു സാധനം കൂടി ഉണ്ട്, നിരപരാധികളെ ശിക്ഷിക്കരുത് എന്ന് വെച്ചാൽ എന്താ പറയുക, എന്തോ അതിന് പറയല്ലോ ഈശ്വര. തെറ്റ് ചെയ്തവർ രക്ഷപ്പെട്ടാലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലും നമ്മൾ പണിഷ് ചെയ്യരുത്. ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ശരിക്കും പണ്ടുണ്ടെങ്കിൽ നമ്മുടെ UAE-ലൊക്കെ ഒരു സിസ്റ്റം അല്ലേ, ചാട്ടവാറടിയും അതൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവരണം. എന്നാലേ ഇതിനൊക്കെ ഒരു കുറവുണ്ടാവും. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പീഡനം, അത് ഇത് തേങ്ങ വാങ്ങാന്നൊക്കെ കേൾക്കും. തിരിച്ചു വരുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പന്മാരായി ജയിലിൽ നിന്ന് ഉണ്ടയും ചപ്പാത്തിയൊക്കെ കഴിച്ചു വരും. ഇതിനെ പറ്റി എന്ത് പറയാനാണ്? ഇവിടെ കടന്ന് ഇത്രയും വായിട്ടലയ്ക്കുന്ന ഒരു സമൂഹം എന്തായാലും ഇതിൻ്റെ ചുറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ വളരെ എന്താ പറയുക, സമൂഹത്തിൽ ഇന്നും പ്രശ്നമാവുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതൊന്നും നോക്കാണ്ട് വേറെ എന്തൊക്കെയോ കേസിൻ്റെ പുറകെ പോകാണ്ട് ഇതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒന്നില്ലെങ്കിലും മനുഷ്യൻ്റെ വിലയല്ലേ, ജീവനല്ലേ പിള്ളേ.